ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല റവ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ പൊരിയായ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുമെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഇതുപോലെ ഒരു അരക്കപ്പ് റവയാണ് എടുത്തത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വറുത്ത് കൊടുക്കുക കേട്ടോ. ഇതിലിട്ടിട്ട് ഇച്ചിരി ഒന്ന് വറുത്തെടുക്കുക. റവയെല്ലാം വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ ഇതേപോലെ അരക്കപ്പിൽ കൂടുതൽ ഒരു 3/4 കപ്പ് റവയാണ് എടുത്തത്. അതിലേക്ക് ഞാൻ ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ബൗളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് ഞാൻ വറവിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയാണ് എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഉണക്കമുളക് എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ഉപ്മാവ് കേട്ടോ. നല്ല പൊടിയായിട്ട് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നമ്മളെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കും തരണം കേട്ടോ. ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. അമ്മ സ്പെഷ്യൽ ഉപ്മാവാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. നല്ലപോലെ മൂപ്പിക്കണം. മൂത്ത് വന്നിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂട് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് തിളപ്പിച്ച മൊത്തം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നമ്മൾ വറുത്ത് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പം ചട്ടുവാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചട്ടു എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതേ അളവ് തന്നെ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല പൊരി പോലെ തന്നെ ഉപ്മാവ് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഉപ്മാവ് നല്ല പോലെ പൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ആവി പറക്കുന്ന ഉപ്മാവ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നല്ലത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഈ ഒരു സൂത്രം ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നല്ല പൊടിയായ ഉപ്മാവ് കിട്ടും കേട്ടോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.